തലശ്ശേരിയിൽ ഒരിക്കൽ ചെന്ന് ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിലൊരു ഭ്രാന്തനെ കണ്ടു. അയാൾ ആരെ കണ്ടാലും ആക്രമിച്ചു കളയും. കണ്ണി കാണുന്ന ചുടുകല്ലൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഗുരു അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അവിടെ ഉള്ള കൂടിയ ആളുകൾ പറഞ്ഞു, അടുത്തൊന്നും പോകരുത്, വച്ചടിച്ചു തരും, അങ്ങനെയൊന്നും ആരൊന്നും നോട്ടമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, അദ്ദേഹത്തെ വിളിക്കൂ, ഇനി വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്താൻ നോക്കി, ഒന്നും ചെയ്യരുത്, കാരണം കയ്യിൽ കരിങ്കല്ലിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അല്ല, വിളിക്കൂ എന്ന് പറഞ്ഞു. അടുത്ത് വന്നു. അദ്ദേഹം കുറച്ച് നിമിഷം ഇങ്ങനെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് വാഴപ്പഴം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നവർ എന്ന് ഒരു പടല പഴം വാങ്ങിച്ചുകൊണ്ട് കൈ കൊടുത്തു. ഇയാളെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചു. അയാളൊന്നും മിണ്ടിയില്ല. ഈ വാഴപ്പഴം ഓരോന്നായിട്ടെടുത്ത് അയാളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ലോകം മുഴുവൻ ബുദ്ധിഭ്രമമുള്ളവൻ എന്ന് പറഞ്ഞ് നിഷ്കാസിതനാക്കിയവനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും അവന് സ്വന്തം കൈകൊണ്ട് വ്രതവിശുദ്ധമായ ഈ ജനനി നവരത്ന മഞ്ജരിയൊക്കെ എഴുതിയ കൈയാണ്, വെറുതെ നമ്മളെയൊക്കെ പോലെ കൈയൊന്നുമല്ല, കണ്ടവന്റെ നേരെ ചൂണ്ടി ചൂണ്ടി ശീലമുള്ള കൈയല്ല. ജനനി നവരത്ന മഞ്ജരി പോലെ, ശിവശതകം പോലെ, ദൈവദശകം പോലെയുള്ള വലിയ കൃതികൾ എഴുതിയ ആ കൈ കൊണ്ട് അയാളെ ഊട്ടിയിട്ട് അയാളിങ്ങനെ രണ്ട് കൈയും വീണ്ടും നീട്ടി. അപ്പോൾ ഒരു ചെറിയ കടലാസ് എടുത്ത് കൈ കൊടുത്തു. ആ കടലാസ് ദൈവദശകത്തിൻ്റെ കൈയെഴുത്ത് പ്രതിയായിരുന്നു. അയാളാണ് ആദ്യമായിട്ട് അത് പാടി നടന്നയാൾ. ദൈവദശകം പാടിയ ആദ്യത്തെ ആൾ. ലോകം മുഴുവൻ ബുദ്ധിയില്ലാത്തവൻ, ഭ്രാന്തചിത്തൻ എന്ന് വിളിച്ചവൻ്റെ കയ്യിലാണ് ഏറ്റവും വലിയ ബോധാത്മകതയുള്ള കൃതിയെ എടുത്ത് കൊടുത്തത്. ആർക്കാണ് യഥാർത്ഥ ബോധമെന്ന് ഗുരുവിന് അറിയാമായിരുന്നു. അദ്ദേഹം അത് ഉറക്കെ പാടി തലശ്ശേരിയിലെ തെരുവുകളിലൂടെ നടന്നു. പിന്നീട് കച്ചവടക്കാരനായി, പ്രശസ്തനായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് അക്കാളി സുകുമാരൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അക്കാളി സുകുമാരനാണ് ദൈവദശകത്തിൻ്റെ പ്രഥമ പ്രചാരകൻ. അപ്പം നമ്മളെല്ലാം സാധാരണ ഒരാളിനെ കാണുന്ന രീതിയിലല്ല വേദാന്തികൾ കാണുന്നത്. നമ്മൾ സാധാരണ ഒരാളിനെ അസസ് ചെയ്യുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല ജ്ഞാനികൾ ചെയ്യുന്നത്. യഥാർത്ഥ ജ്ഞാനം ഉൾക്കൊണ്ട ആളുകൾ ചെയ്യുന്നത്.